വളരെ രുചികരമായ ഒരു പുതിന ചട്നിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇനി ഒന്ന് നന്നായിട്ട് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ എണ്ണ ഏതാണേലും കുഴപ്പമില്ല. നമുക്കിത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ എന്നും തേങ്ങാ ചട്നിയൊക്കെ മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കിക്കോളൂ, നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടല പരിപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കൊത്തമല്ലി ഇല്ലേ, അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലൊരു സ്വർണ്ണ കളർ വരുന്നവരെ നമുക്കിതൊന്ന് വഴച്ചെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണേ വയ്ക്കാൻ, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചൂടായി നല്ല കളർ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കട്ടിയുള്ള പാത്രമൊക്കെ എടുക്കാൻ നോക്കണം നമ്മൾ വഴറ്റുമ്പോൾ എപ്പോഴും. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 പച്ചമുളക്, ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പച്ചമുളക് ചേർത്ത് പച്ചമുളകിൻ്റെ ആ പച്ച വാസനയൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതിന് ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. 1 നെല്ലിക്ക വലുപ്പത്തുള്ള പുളി ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് തക്കാളിയൊന്നും ചേർക്കുന്നില്ല. പുളിക്ക് ആവശ്യമുള്ളത് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 പിടി മല്ലിയില ചേർത്തു. അതേ അളവിൽ തന്നെ നമ്മൾ പുതിനയിലയും ചേർത്ത് കൊടുക്കണം. ഇതിന് പോലെ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇലകളല്ലേ, പെട്ടെന്ന് ഇതെല്ലാം വാടിക്കിട്ടും. നന്നായിട്ടൊന്ന് വാടി വരണം, അതിൻ്റെ പച്ചവാസനയൊക്കെ മാറുമല്ലോ. അപ്പോൾ അതുവരേക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നല്ലതായിട്ട് വഴന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം പിന്നെ ആവശ്യമനുസരിച്ചുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ദോശയ്ക്ക് ഇഡ്ഡലിക്കും തന്നെയല്ല, നമുക്ക് ബജിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചോറിന് ഒക്കെ കൊള്ളാവുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരാൻ വയ്ക്കാം. നല്ല തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ചേർത്തെങ്കിലേ നമുക്കൊരു ചട്നിക്കൊരു പ്രത്യേക ഒരു ഇതുള്ളൂ, താല്പര്യം. അതുകൊണ്ട് തേങ്ങ ഇല്ലെന്ന് വെച്ചും കുഴപ്പമില്ല, എല്ലാം അരച്ചെടുക്കാം. അല്പം തേങ്ങ കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ചട്നി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതങ്ങനെ ഒരുപാട് അങ്ങനെ ലൂസായിട്ടുള്ള ചട്നിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, കുറച്ച് കട്ടിയിലുള്ളതാണ്. അതിനുശേഷം ജാറിൽ കുറച്ച് വെള്ളം 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. പിന്നെ നമുക്കിതിന് ചട്നി ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ, അതിനായിട്ടൊന്ന് കടുക് വറുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉഴുന്ന്, കരിവേപ്പില, മുളക്, കടുകൊക്കെ ഇട്ടൊന്ന് നല്ലതായിട്ട് ചൂടാക്കി അതിലേക്ക് ഇടാം. അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. നമ്മൾ ആദ്യം വറുത്തിട്ടുള്ളതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കടുക്, മുളക്, കറിവേപ്പില, 2 കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കരിവേപ്പിലൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി വരണം. അതിനുശേഷം നമുക്കിത് ആ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.